തിരുവനന്തപുരം പനച്ചമൂട്ടേക്കാണ് വീട്ടമ്മയെ കൊന്നുകുഴിച്ചിട്ട കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലാണ്. പ്രിയംവദയുടെ മൃതദേഹം ആദ്യം കണ്ടത് താനാണെന്ന് പറയുകയാണ് പ്രതി വിനോദിന്റെ ഭാര്യാമാതാവ് സരസ്വതി അമ്മ. 24-നോടാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ദുർഗന്ധം അനുഭവപ്പെട്ടപ്പോഴാണ് വീട്ടിൽ വന്ന് നോക്കിയത്. പേടി കാരണം ഒരു ദിവസം മുഴുവൻ ഇക്കാര്യം മറച്ചുവെച്ചെന്നും പിന്നീടാണ് പുരോഹിതനോട് പറഞ്ഞതെന്നും സരസ്വതി അമ്മ 24-നോട് പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. പനച്ചമൂട് പ്രിയംവദ കൊലപാതകത്തിൽ അതിലെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ സരസ്വതി ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. പ്രതി വിനോദിന്റെ ഭാര്യാമാതാവാണ് സരസ്വതി. അമ്മയുടെ ഒരു വെളിപ്പെടുത്തലിൽ നിന്നാണ് ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. എന്തായിരുന്നു സംഭവിച്ചത്? അമ്മ എന്താ കണ്ടത്? ഞാൻ കണ്ടത് ദൈവത്തെ നിലനിർത്തി സത്യമായി പറയുള്ളൂ. കടയടച്ചിട്ട് വന്നപ്പോൾ അതിലെയാണ് ഞാൻ പറഞ്ഞത്. ഈ വീട്ടിൻ്റെ അകത്തൂടെ വന്നപ്പോൾ നാറ്റവും കുറച്ച് സാമ്പ്രാണി തിരിയും കത്തിച്ചുവെച്ചിരുന്നു. ഇതെന്തൊരു നാറണ, എന്താന്ന് നാറണ. ഞാൻ എന്തേ കൊണ്ടുവന്ന സഞ്ചി ഇവിടെ വെച്ചിട്ട് നേരെ അങ്ങ് പോയപ്പം അവിടെയുള്ള ആ മുറിയിലുള്ള ലൈറ്റ് അണച്ചെന്ന് വെച്ചാൽ പിന്നെ ഇടാൻ ഒക്കില്ല. അങ്ങനെ എന്തരായാലും എൻ്റെ ചെറുമോളോടി പറഞ്ഞു, മക്കളെ നിൻ്റെ എന്തരം നാറണം നോക്കട്ടെ, നീ ഈ ഫോണിൽ ഈ വെട്ടം അടിച്ചെത്താ, അവിടെ വെട്ടമില്ലല്ലോ, അവളടിച്ചതാന്ന്. ഞാൻ ചെന്ന് നോക്കി കട്ടിലിൻ്റെ അടിയിലൊക്കെ ആകുമ്പോൾ അതോടെ അവിടെ വെക്കണ സാധനമാണ് എന്തുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ കൂടെ എത്തി നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ പന്തുമല്ല, ചെറിയ ഒരു ചാക്കല്ല, ഒരു പുതപ്പ് മൊത്തമല്ല, ഇത്ര പൊക്കമുണ്ട്. കൈ മാത്രം കണ്ട് ഇത് മനസ്സിൻ്റെ കൈയല്ലേ എന്ന് പറയുമ്പോൾ അടിച്ചു മനസ്സിൽ തന്നെ അറച്ച് വെച്ചുകൊണ്ട് ഓടിഞ്ഞു വന്ന് ഞാൻ സാഹസം വിട്ട് അങ്ങനെ നിന്നപ്പോൾ അങ്ങനെ അവൻ ചെയ്യില്ലല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെന്താരാണ് മക്കളെ, എൻ്റെ കണ്ണിൻ്റെ ദോഷമായിരിക്കും. മക്കൾ ചെന്ന് അവളെ കിണ്ടിപ്പറക്കി ഞാൻ ഓട്ടിച്ച് വിട്ടതാണ്. മക്കളെ കട്ടിലിൻ്റെ അടിയിൽ എന്തോരോ ഇരിക്കണം. മക്കൾ ചെന്ന് ഈ ഫോൺ വെച്ചിട്ടൊന്ന് നോക്ക്. എവിടെ നോക്കിയിട്ട് കൂടെ വന്നപ്പോൾ അമ്മമ്മോ എന്ന് വിളിച്ച് ഞാൻ പെട്ടെന്ന് കൂടന്ന് ചാടി അവിടെ പോയി ഭായ പൊത്തി. ഞാൻ പൊത്തി അവളെ. അവള് കണ്ടോണ്ട് വന്നല്ലേ അല്ലേ പറഞ്ഞയച്ചത്. പൊത്തി. മക്കളെ സമാധാനപ്പെടും, നമ്മളെ ഇതുപോലെ കൊന്നുകളയും. നീ വിളി പറയാതെ നമുക്കിവിടെ ആണെന്ന് തോന്നും ആരുമില്ല. അതാണ് ഇത്ര മാത്രം അഴിമതി കാണിച്ചത്. 15 വർഷം കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്ന ആ ദൈവത്തിന് ഒരാളെന്ന് അറിയാം. അത് ഞാൻ അങ്ങനെ സമാധാനപ്പെടുത്തി അവളങ്ങ് നിർത്തി. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഭീതി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമാണ് കേട്ടോ. അതേസമയം പ്രതി വിനോദുമായി അമ്മയ്ക്ക് ബന്ധമില്ലെന്നും സാമ്പത്തിക ഇടപാടുണ്ടെന്ന ആരോപണം കള്ളമാണെന്നും പ്രിയംവദയുടെ മക്കളായ ചിഞ്ചുവും രേഷ്മയും 24-നോട് പറഞ്ഞു. അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന 3.5 പവൻ സ്വർണം കാണാനില്ലെന്നും മക്കൾ പറഞ്ഞു. പിന്നെ ന്യൂസിലൊക്കെ പറഞ്ഞു വരുന്നത് അമ്മയും അവനുമായിട്ട് ഭയങ്കര ബന്ധമുള്ളത് കാര്യമായിട്ട് അതൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരിക്കൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അമ്മായി ആണെങ്കിൽ അമ്മയെ വല്ലാണ്ട് അവനെ വെച്ച് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര സങ്കടമായിട്ട് നമ്മളടുത്ത് വന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയി കേസ് കൊടുത്തു. അങ്ങനെ പണ ഇടപാട് ഒരു പൈസ അമ്മ ആർക്കും കൊടുക്കാറില്ല. നമുക്ക് പോലും അങ്ങനെ തരൂല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ. ഇങ്ങനെ അപവാദം ദയവേത് പറഞ്ഞു വരുത്തരുത്. അമ്മയ്ക്ക് അവൻ്റെ പേര് പോലും സത്യം പറഞ്ഞ് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്യൂലെങ്കിൽ നേരത്തെ ചെയ്യുമായിരുന്നു, തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും പറയല്ല. ഈ സത്യം തെളിയണം. ഞങ്ങൾ അവൾ എന്നെ വെറുതെ വിടൂല. അയൺ ഇവിടെ നിന്നേൽ ചക്ക വിഴുന്നേൽ അമ്മ ഒരു ദിവസം വഴക്കുറഞ്ഞെന്ന്. അപ്പോൾ അവൻ പറഞ്ഞെന്ന് ഇവിടെ കൂടെ വഴി നടക്കാൻ നിന്നെ സമ്മതിക്കൂലെന്ന് പറഞ്ഞെന്ന്. വിവരങ്ങളുമായി സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലീം, ഗുഡ് മോർണിംഗ്. ഈ കുഞ്ഞുങ്ങൾ പറയുന്ന ഒരു വേർഷനുണ്ട്. കഴിഞ്ഞ ദിവസം പ്രാഥമികമായ ചില വിവരങ്ങൾ വാർത്താ ചാനലുകളിലൂടെ പുറത്തു വന്നിരുന്നു. ഏറ്റവും പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നീട് അന്വേഷണ സംഘം പറയുന്നത്? യഥാർത്ഥ കാരണം എന്താണ്? ഈ നിസ്സാര കാര്യങ്ങളുടെ പേരിലൊക്കെയാണോ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത്? ഹാഷ്മി ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് പ്രിയംവദയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് രണ്ടാമത് ഒന്ന് നിർണായകമായൊരു സാക്ഷിമൊഴിയാണ്. അതിന് ശേഷം പിന്നീട് ആ മക്കളുടെ, ഈ പ്രിയംവദയുടെ മക്കളുടെ പ്രതികരണവുമാണ് കേട്ടത്. ഇവർ രണ്ടും പറയുന്നതിന് പ്രകാരമാണെങ്കിൽ ഈ വിനോദ് നൽകിയ മൊഴി കൃത്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വിനോദ് ഇപ്പോൾ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ ആവശ്യമുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് വിനോദിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ സാക്ഷിയായ ഈ
വിനോദിൻ്റെ ഭാര്യാമാതാവ് പറയുന്നത് പ്രകാരം ഈ കൊലപാതക വിവരം പുറത്തറിയുന്ന ദിവസം അസഹനീയമായ ദുർഗന്ധം വമിച്ചത് കൊണ്ട് താൻ വീട്ടിൽ വന്നതിന് ശേഷം, കടയിൽ പോയതിനു ശേഷം തിരികെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നീട് പോയി നോക്കുകയായിരുന്നു ഈ സ്ഥലത്തേക്ക്. എന്താണ് ഈ ദുർഗന്ധം എന്നറിയാൻ പോയി നോക്കിയതാണ്. നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഒരു കൈയാണ്. അതൊരു പുതപ്പിൽ ചുറ്റി കെട്ടിയതുപോലെയായിരുന്നു ആ കൈ കണ്ടത്. അതിന് പിന്നാലെ ഈ വിനോദിൻ്റെ തന്നെ മക്കളോട് ഒന്നുകൂടി പോയി നോക്കാൻ പറഞ്ഞ് അങ്ങനെ പോയതിനു ശേഷം അവർ നിലവിളിച്ചുകൊണ്ട് വരികയായിരുന്നു. അതിനുശേഷം ഭയപ്പെട്ടുകൊണ്ടാണ് പുറത്ത് പറയാതിരുന്നത്. ഒരു ദിവസം പൂർണ്ണമായും ഇത് പുറത്ത് പറയാഞ്ഞത് തങ്ങളെ കൂടി കൊലപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ടാണ്. അതിന് പിന്നാലെയാണ് പിന്നീട് രണ്ടും കൽപ്പിച്ച് പള്ളിയിലെ പുരോഹിതനോട് ഇക്കാര്യം പറഞ്ഞത് എന്നും പറയുന്നു. അങ്ങനെയാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നത്. അതാണ് ഈ സരസ്വതി അമ്മ നമ്മളോട് പറഞ്ഞത്. ഇവരുടെ മക്കൾ രണ്ടുപേരും പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ വിനോദിൻ്റെ മൊഴി ശരിയാണെന്ന് കണക്ക് കൂട്ടുക വയ്യ. കാരണം വിനോദിൻ്റെ പേര് പോലും അറിയില്ലായിരുന്നു, പ്രിയമതയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് മക്കൾ പറയുന്നു. മാത്രമല്ല ഏതെങ്കിലും നിലയിലുള്ള സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് നേരത്തെ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു, കേസും വഴക്കും ഉണ്ടായിരുന്നു. ഒരാഴ്ച മുൻപും ഈ വീട്ടിൽ നിന്നും ഒരു അയണിപ്ലാവിൽ നിന്നും ഒരു ചക്ക മുറ്റത്തേക്ക് വീഴുകയും അതിനുശേഷം ഈ വഴി നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ഈ വീട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടേക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വളരെ ചെറിയൊരു വഴിയാണ്. ആ വഴിയിലൂടെ ഒരാൾക്ക് മാത്രമേ ഒരേ സമയം യാത്ര ചെയ്യാനൊക്കെ കഴിയൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് മക്കൾ പറയുന്നു. അതല്ല സാമ്പത്തിക ഇടപാടാണ് എന്ന മൊഴി വിനോദും നൽകുകയും ചെയ്യുന്നു. നിലവിൽ ഇതിനിടയിൽ ഈ പ്രിയംവദയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ 3.5 പവനോളം, അതിൽ മാലയുണ്ട്, ചുട്ടിയുണ്ട്, അങ്ങനെ ചില സ്വർണ്ണാഭരണങ്ങൾ 3.5 പവനോളം കാണാനില്ല. അതുകൊണ്ട് തന്നെ അത് എവിടെയെന്ന് കൂടി അന്വേഷിക്കണമെന്നും ഇപ്പോൾ മക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിലവിൽ ഇന്ന് ഈ പ്രതികളെ 2 പേരാണ് കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായി ഉള്ളത്. ഒന്ന് ഈ പ്രിയമതയെ കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ച വിനോദാണ്. 2 ഇത് മൃതദേഹം കുഴിച്ചിടാൻ സഹായിച്ച വിനോദിന്റെ സഹോദരൻ സന്തോഷാണ്. 2 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഉണ്ടാവുക. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും നിലയിൽ സാമ്പത്തിക ഇടപാടിനോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകും. മാത്രമല്ല ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും നടക്കും. അതിനുശേഷമാകും ഇക്കാര്യത്തിലെ ഈ കേസിലെ കൂടുതൽ വ്യക്തത വരികയും ചെയ്യുക. ഹാഷ്മി, ക്രിസ്റ്റീന. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അത് ആകെ മൊത്തം സങ്കീർണമാണത്, കുറച്ച് കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു കാര്യങ്ങൾ. ഈ പറയുന്നതിൻ്റെ കതിരും പതിരും ഒക്കെ വേർതിരിയട്ടെ, കാര്യങ്ങൾ എന്തായാലും വ്യക്തമാവട്ടെ. എന്തായാലും പറയുന്ന വാക്കുകളിൽ ഏതെങ്കിലും തരത്തിൽ കള്ളമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? ചെറിയ കുട്ടികളാണ്, അവരോട് അമ്മ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്തായാലും സത്യം തെളിയണമെന്നൊക്കെ, ഒരു കാരണവശാലും അവരുടെ അമ്മയെക്കുറിച്ച് അനാവശ്യമായ ഒരു കാര്യം, സത്യമല്ലാത്ത കാര്യം ലോകം അറിയരുതെന്നാണ് കുട്ടികളുടെ അഭ്യർത്ഥന.